റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനറൽ റീഡിംഗ് ആണ്. അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിനുള്ള കാരണങ്ങളും അതുപോലെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതോ സ്നേഹം കുറഞ്ഞു എന്നെല്ലാം നമുക്ക് നോക്കാം. അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും കെയറിങ് ആയാലും അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ. അത് കാരണം അവരുടെ പല പല വിഷമഘട്ടങ്ങളിലും നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവും. ആ വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങും ഉള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത്. ഉള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്നത്. അതുപോലെ അല്ലേ, വളരെ ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം ബാലൻസ് ചെയ്ത്, അത് ഏത് വിഷമഘട്ടം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കായിരിക്കുള്ളത്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, ഓക്കെ, പോട്ടെ, വിട്ടുകളയും, ഇനി നമുക്കതിനെ പറ്റി ചിന്തിക്കേണ്ടെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് പോകാമെന്നും ഒക്കെ പറഞ്ഞ് അവരെ കൂടുതൽ സമാധാനിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നിങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വിഷമം പിടിച്ച ഘട്ടങ്ങളിൽ, അതായത് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തോ ആയിട്ട് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കാനും അതുപോലെ മുന്നോട്ട് പോകാനുമുള്ള പ്രേരണ കൊടുത്തിട്ടുണ്ടാവുക നിങ്ങളാണ്. എല്ലാ കാര്യങ്ങൾക്കും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതുപോലെ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഉള്ള ഫുൾ സപ്പോർട്ടും നിങ്ങളായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ആ സപ്പോർട്ടിൻ്റെ ഫലമായിട്ടായിരിക്കും അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങൾ ഉള്ളപ്പോൾ മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മാത്രമാണ് അവർക്കൊരു സംതൃപ്തി, അതുപോലെ സന്തോഷവും ആഘോഷവും എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയൊക്കെ അവർ കാണുന്നത് നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്. ഏത് വിഷമം പിടിച്ച ഘട്ടങ്ങളിലും നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. എപ്പോൾ ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനും ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള സൊല്യൂഷൻ നിങ്ങളെ എത്തുണ്ടെന്നും അതുപോലെ അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അവർക്ക് മനസ്സിലായിരിക്കുന്നു. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഏത് സിറ്റുവേഷൻ വന്നാലും അവരുടെ ലൈഫിലെ ഏത് സിറ്റുവേഷനാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായാലും ഒരിക്കലും നിങ്ങളെ കൈവരിയില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാനും അതുപോലെ അതിനെ കൂടുതൽ സത്യസന്ധമാക്കാനും സത്യസന്ധതയോടുകൂടി സ്നേഹിക്കാനും അതുപോലെ കൂടുതൽ നിങ്ങളെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കൺട്രോളില്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹമായി മാറിയിരിക്കുന്നു അവർക്കിപ്പോൾ. അതുപോലെ സ്നേഹം മാത്രമല്ല, നിങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും നിങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹമെല്ലാം അവരുടെ മനസ്സിലിപ്പോൾ ഈ സമയം ഉണ്ട്. അതുപോലെ നിങ്ങളോട് സ്നേഹം മാത്രമല്ല, ഒരു അഡിക്ഷൻ പോലെയാണ് നിങ്ങളോടുള്ള സ്നേഹം. അതോ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടി ഇതിൽ ഈ സമയത്ത് അവർക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര സുന്ദരിയോ സുന്ദരന്മാരൊക്കെ ആയിരിക്കാം. എല്ലാ രീതിയിലും അവർക്ക് ഇപ്പോഴായിരിക്കും അവരെ കൂടുതൽ നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതും സൗന്ദര്യത്തെ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കി ഇപ്പോഴായിരിക്കും ആസ്വദിക്കുന്നത്. ഈ സമയത്തായിരിക്കും അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്, നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എന്നും അവർക്ക് നിങ്ങൾ എത്ര പ്രിയപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഈ സമയത്തായിരിക്കും അവരുടെ മനസ്സിലേക്ക് കൂടുതൽ വരുന്നത്. കാരണം നമുക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് ആരാണോ നമ്മളുടെ കൂടെ ഉള്ളതെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ കൂടുതൽ താല്പര്യവും സ്നേഹവും ഉണ്ടാവുക. അവരോടായിരിക്കും നമുക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവുക. കാരണം നമ്മളെ
നമ്മളെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അവരോട് നമ്മൾ എപ്പോഴും ഒരു പ്രത്യേക സ്നേഹം ചിലപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതെപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയാണ് അവർക്ക് നിങ്ങളോട് ഈ സമയത്ത് ഉള്ളത്. അതുപോലെ വളരെ സത്യസന്ധമായ സ്നേഹമാണത്. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ അവർ വേണമെന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങളെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ അവർക്ക് കൂടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കണമെന്നും ഒരുപാട് സ്നേഹം നിങ്ങൾ തന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരണമെന്നുള്ളൊരാഗ്രഹം അവർക്ക് ഈ സമയം തോന്നുന്നുണ്ട്. അവരെ സന്തോഷിപ്പിച്ച പോലെ തന്നെ നിങ്ങളെയും സന്തോഷിപ്പിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കണമെന്നും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ഒരു പരിഹാരം എന്ന് വേണം. നിങ്ങളെ എങ്ങനെ അവർ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തോ അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യണമെന്നൊരു അവസ്ഥയിലൂടെ, അതായത് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവരിപ്പോൾ ഈ സമയം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെ ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം സ്നേഹമോ അല്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും, പക്ഷേ അത് പ്രകടിപ്പിക്കാനുള്ളൊരു സന്ദർഭമോ അതുപോലെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയൊന്നും ചെയ്യാനുള്ളൊരു അവസരം അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. കാരണം അവരുടെ പ്രശ്നങ്ങൾ, അവർക്കുണ്ടായുള്ള പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. പക്ഷെ അവർക്ക് ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട് എന്നുള്ള ഇത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കും. അത് കാരണം ആ വിഷമഘട്ടങ്ങളിലൂടെ ആയിരിക്കും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. അപ്പം നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ഉള്ള ഒരു കഴിവ് അവർക്കുണ്ടായിട്ടുണ്ടാവില്ല. അവരുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ട ഓടലായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അവർക്ക് ആ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ മാത്രമേ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെയും അവരതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം അനുഭവപ്പെടുന്ന ഒരു ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക. ആ സമയത്തായിരിക്കും നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർക്കുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കുറിച്ചും അതുപോലെ നിങ്ങൾ കൊടുത്ത കെയറിങ്ങിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലെത്തിക്കാൻ നിങ്ങൾക്കേ കഴിയുള്ളൂ എന്നും നിങ്ങൾ അതിനു വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും ഈ സമയത്തും ചിലപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ അവസരങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് വന്നാലും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത് പറയുന്നുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ പറയുന്നതായിരിക്കും.